അമ്മ സംഘടനയിലെ പ്രതിസന്ധി കൂടുതൽ വഷളാവുകയാണ്. എംഎൽഎയും നടനുമായിട്ടുള്ള രമേശ് പിഷാരടിയുമായിട്ടുള്ള സ്വകാര്യ ഫോൺ സംഭാഷണം പുറത്തുവിട്ട സംഭവത്തിൽ പ്രസിഡന്റ് ശ്വേതാ മേനോനെതിരെ നടി ബീന ആന്റണി രംഗത്തെത്തിയ ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ സമൂഹ മാധ്യമങ്ങളിലടക്കം വളരെ വലിയ തോതിൽ വൈറലായി പ്രചരിച്ച ആ ഓഡിയോ സന്ദേശത്തിന് പിന്നാലെ പാലക്കാട് എംഎൽഎ കൂടിയായിട്ടുള്ള രമേശ് പിഷാരടിക്ക് കടുത്ത സൈബർ ആക്രമണവും നേരിടേണ്ടി വന്നിരുന്നു. സ്വകാര്യ സംഭാഷണം ഇത്തരത്തിൽ പരസ്യപ്പെടുത്തിയത് ഒരു വിശ്വാസവഞ്ചനയാണ്, വലിയ വിശ്വാസവഞ്ചനയാണ്. രാഷ്ട്രീയമായി ഉയർന്ന നിലയിലുള്ള പിഷാരടിയെ ഇത് അതിരൂക്ഷമായി തന്നെ ബാധിക്കുമെന്നാണ് ബീന ആന്റണി ഫേസ്ബുക്കിൽ പങ്കുവച്ച വീഡിയോയിലൂടെ കുറ്റപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ നല്ലൊരു പൊസിഷനിൽ ഏറ്റവും നല്ല ജനപിന്തുണയോടെ ഒരു എംഎൽഎ ആയിട്ട് വന്ന ആൾ കൂടിയാണ് രമേശ് പിഷാരടി. ഞങ്ങൾക്ക് ഒരുപാട് അഭിമാനമുണ്ട് പിഷാരടിയുടെ ഈ വളർച്ചയിൽ. ആ പിഷാരടി നമ്മുടെ അമ്മയുടെ ഈ അവസ്ഥയിൽ സഹായിക്കാൻ വന്ന ഒരാൾ കൂടിയാണ്. ശ്വേതയോടെ ഏറ്റവും അടുപ്പമുള്ള രണ്ട് സുഹൃത്തുക്കൾ കൂടിയാണ് അവർ തമ്മിലുള്ള സംസാരം ഇങ്ങനെ പുറത്തെടുത്തിട്ട് പിഷാരടിയെ പോലെ ഇത്രയും ഉയർന്ന നിലയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ രാഷ്ട്രീയമായി ഇതുപോലെ വേദനിപ്പിച്ചതിൽ, മോശമാക്കിയതിൽ ഞാൻ എൻ്റെ ദുഃഖം രേഖപ്പെടുത്തുന്നു എന്നാണ് ബീന ആന്റണി വീഡിയോയിലൂടെ പറഞ്ഞത്. അത് വളരെ മോശമായി പോയി എന്ന് തന്നെയാണ് താൻ പറയുന്നത്. ഒരിക്കലും അത് ചെയ്യാൻ പാടില്ലായിരുന്നു. വളരെ വലിയ വിശ്വാസവഞ്ചനയാണ് ശ്വേതയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. കാരണം അവർ തമ്മിൽ എത്രയോ ആത്മബന്ധമുള്ള ആൾക്കാരാണ്. അതിന് ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുന്നത് രമേശ് പിഷാരടി പാലക്കാട് ജയിച്ചപ്പോൾ ശ്വേതാ മേനോൻ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുന്ന ആ ഒരു സന്തോഷം പ്രകടിപ്പിക്കുന്ന ചിത്രം പുറത്തുവിട്ടത് അവർ തന്നെയായിരുന്നു. അത്രയധികം ആത്മബന്ധമുള്ള ആൾക്കാർ കൂടിയാണ് അവർ. ആ ഒരു ചാറ്റ് അല്ലെങ്കിൽ സംസാരം എടുത്ത് പുറത്തിട്ടപ്പോൾ ശ്വേത ഒരു കാര്യം ആലോചിക്കേണ്ടേ, ആ മനുഷ്യനെ അത് എത്രമാത്രം ബാധിക്കുമെന്നുള്ള കാര്യം. രാഷ്ട്രീയമായി ഇത്രയും വലിയൊരു ഇമേജിൽ നിൽക്കുന്ന ഒരു മനുഷ്യനെ എന്തുമാത്രം മോശം രീതിയിലാണ് ഇപ്പോൾ മറ്റുള്ള പാർട്ടിക്കാരും ആളുകളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ഒരു അവസ്ഥയിലേക്ക് ഒരിക്കലും പിഷാരടിയെ ആക്കാൻ പാടില്ലായിരുന്നു. ശ്വേത അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഞാനതിൽ ശക്തമായി ശ്വേതയോട് പ്രതിഷേധിക്കുകയാണ്. ഈ വിഷയത്തിൽ നിർണായകമായ കോടതി വിധിയും പുറത്തു വന്നു കഴിഞ്ഞു. ജൂലൈ 3 എറണാകുളം മുൻസിഫ് കോടതി പിഷാരടി നയിക്കുന്ന അഡ്ഹോക് കമ്മിറ്റിയുടെ പ്രവർത്തനം സ്റ്റേ ചെയ്തിട്ടുണ്ട്. അമ്മയുടെ ബൈലോയിൽ അഡ്ഹോക് കമ്മിറ്റി രൂപീകരണത്തിന് വ്യവസ്ഥയില്ലെന്നായിരുന്നു കോടതി നിരീക്ഷിച്ചത്. ഇതോടെ ശ്വേതാ മേനോന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് തുടരാനുള്ള അനുമതിയും കിട്ടി. കോടതി വിധിക്ക് പിന്നാലെ പിഷാരടി അഡ്ഹോക് കമ്മിറ്റി കൺവീനർ സ്ഥാനം രാജിവെക്കുകയും ചെയ്തു. ഈ ഓഡിയോ ചോർന്നതല്ല, മനഃപൂർവ്വം പുറത്തുവിട്ടതാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ വ്യക്തത തന്നെ അത് തെളിയിക്കുന്നു എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം. ഈ വിഷയം തന്നെ വല്ലാതെ വേദനിപ്പിച്ചെന്നും രമേശ് പിഷാരടി തന്നെ പറയുകയുണ്ടായിരുന്നു. ഇതിനിടെ അൻസിബ ഹസൻ, മാലാ പാർവതി, ഉഷാ ഹസീന, മായ വിശ്വനാഥ് എന്നീ നടിമാരും ശ്വേതയ്ക്കെതിരെ രംഗത്തെത്തുകയും ഉണ്ടായി. തന്നെ ജിഹാദി എന്ന് മുദ്രകുത്താൻ ശ്വേതയുടെ പക്ഷം ശ്രമിച്ചെന്നാണ് അൻസിബ ആരോപിക്കുന്നത്. ഈ ഓഡിയോ ചോർച്ച എന്ന് പറയുന്നത് ഗുരുതരമായ വിശ്വാസവഞ്ചന കൂടിയാണ്. IT ആക്ട് സെക്ഷൻ 66E പ്രകാരം കടുത്ത ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണെന്നാണ് അൻസിബ ഹസൻ വാർത്താ സമ്മേളനത്തിലൂടെ പറഞ്ഞത്. സാമ്പത്തിക ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടിയത് കൊണ്ടാണ് തങ്ങളെ വ്യക്തിപരമായി ആക്രമിച്ചത്. വിവാദത്തിനിടയിൽ നടൻ മമ്മൂട്ടിയും ഒരു പ്രതികരണം നടത്തിയിരുന്നു. എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടണമെന്ന ഒരു പ്രസ്താവനയോടുകൂടിയാണ് അദ്ദേഹം രംഗത്ത് വന്നത്. മോഹൻലാലോ മറ്റു മുതിർന്ന താരങ്ങളോ ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായ ഒരു പ്രതികരണത്തിലേക്ക് കടന്നിട്ടില്ല. അമ്മയുടെ ഭാവി എന്താകുമെന്ന ആശങ്ക മലയാള സിനിമാ ലോകത്ത് മുഴുവൻ അലയടിക്കുന്നുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.